എല്ലാവർക്കും ടെക് ലേമത്തിലേക്ക് സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിയൽമി നാർസോ 17 കുറിച്ചാണ്. സോ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 24 ലോഞ്ച് ആവുന്നത്, ആമസോണിലാണ് ലോഞ്ച് ആവുന്നത്. സോ നമുക്കൊരു ബെസ്റ്റ് ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ഒരു 15K വേണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു ഫോൺ തന്നെയാണ്. കാരണം നാർസോ സീരീസ് ആയതുകൊണ്ട് തന്നെ ഗെയിമിംഗ് ഒപ്റ്റിമൈസേഷൻ നല്ലതായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമി P1 ഒരു റീബ്രാൻഡാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം റിയൽമി P1 ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഇത് ആമസോണിലെന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് വരുന്നത്. സോ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മുടെ നാർസോ 70 പ്രോയുടെ റിയർ ഡിസൈനാണ് ഇവിടെ വരുന്നത്. 7.97 mm ആണ് തിക്നെസ് വരുന്നത്. 188 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. മാറ്റ് പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിം, ബ്ലൂവും വൈറ്റും ആണ് കളർ വരുന്നത്. IP54 റേറ്റിംഗ് വരുന്നുണ്ട്. സോ ഡിസൈൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനൊക്കെയാണ് വരുന്നത്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉള്ള ഫോൺ തന്നെയാണ്. പിന്നെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വണ്ട് പേഴ്സണൽ പെർസ്പെക്റ്റീവ് ആണ്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ 120 ഹെർട്സിൻ്റെ ആമോലെഡ് പാനലാണ് വരുന്നത്. 2000 nits ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ടും കാണും. അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനാണ് വരുന്നത്. ആൻറ്റി ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാണും. സോ ഡിസ്പ്ലേ 15K വെച്ച് അടിപൊളി ഫോൺ ഡിസ്പ്ലേ ആണ് വരുന്നത്. 2000 nits ഒക്കെ പറഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. പിന്നെ ഹൈ റെസൊല്യൂഷൻ ഓഡിയോയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും ഫോണിൽ. ഇത് നമ്മുടെ മെയിൻ സാധനം പെർഫോമൻസിന് കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡയമൻസിറ്റി 7050 ആണ് വരുന്നത്. 6 nm പ്രോസറാണ് TSMCയുടെ. ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 7 ലെയർ കൂളിംഗ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. സോ ഹീറ്റിംഗ് വളരെ കുറവായിരിക്കും. പിന്നെ ഓൾമോസ്റ്റ് 6 nm ആയതുകൊണ്ട് തന്നെ TSMC ആയതുകൊണ്ട് തന്നെ അധികം ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ നമുക്ക് LPDDR4X RAM, UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് സിം സ്ലോട്ടും കാണും. സോ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ അടിപൊളിയാണ് ഫോൺ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ആൻറ്റിറ്റി സ്കോർ നോക്കുമ്പോൾ ടോട്ടൽ 5,64,336 വരുന്നത്. CPU 1,67,439. GPU 1,08,526 വരുന്നത്. ഇത് നമ്മൾ ക്യാമറയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 50 MP പ്രൈമറി സെൻസറാണ് വരുന്നത്. 2 MP ഡെപ്ത്, 4K 30fps റെക്കോർഡ് ചെയ്യാൻ പറ്റുക. പിന്നെ 16 MP സെൽഫി ക്യാമറ, 1080p 30fps. സോ റിയൽമി P1 സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓൾമോസ്റ്റ് ഒപ്റ്റിമൈസേഷനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയായിരിക്കും. റിയൽമി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്യാമറയൊക്കെ ആയിരിക്കും. നമുക്ക് പ്രൈമറി സെൻസറൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് വരുന്നത്. പിന്നെ OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ റിയൽമി UI 5.0 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ആയിരിക്കും ഔട്ട് ഓഫ് ദ ബോക്സ് വരിക. 2 വർഷം ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് നമുക്ക് കിട്ടുന്നത്. സോ റിയൽമി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഒപ്റ്റിമൈസ് ആയിട്ടുള്ളൊരു UI തന്നെയാണ്. അങ്ങനെ ലാഗോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പിന്നെ അതുമല്ല ഇപ്പം നേരത്തെ പോലെ ഹോട്ട് ഗെയിംസും ഹോട്ട് ആപ്സൊക്കെ വളരെ കുറവാണ്. ഇപ്പോൾ ഇത് ഒരു ക്ലീൻ UI പോലെയാണ് ഇതിപ്പോൾ. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ട്സ് ചാർജറും വരുന്നുണ്ട്. ഓൾമോസ്റ്റ് 7 hours നമുക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടും. 45 വാട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടൊക്കെ ഫുൾ ചാർജ് ആവും, അല്ലെങ്കിൽ താഴെയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അത്യാവശ്യം നല്ല ബാറ്ററി കപ്പാസിറ്റിയും പിന്നെ ചാർജിങ് നമുക്ക് കിട്ടുന്നുണ്ട്. കണക്റ്റിവിറ്റി കാര്യം നോക്കുവാണെങ്കിൽ പ്രൈസ് റേഞ്ച് വരുന്നത് മിക്ക സ്മാർട്ട് ഫോൺസും പോലെ തന്നെയാണ് വരുന്നത്. Wi-Fi 5 ആണ് വരുന്നത്. ബ്ലൂടൂത്ത് 5.2, 5G വരുന്നുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. USB Type-C 2.0 ഹൈബ്രിഡ് സിം സ്ലോട്ടും കാണും. സോ കണക്റ്റിവിറ്റിയുടെ എല്ലാ ഫീച്ചേഴ്സും കണക്റ്റിവിറ്റി ഓൾമോസ്റ്റ് എല്ലാ കണക്റ്റിവിറ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. ഇനി പ്രൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ 2 വേരിയൻ്റാണ് വരുന്നത്. 6GB 128ഉം 8GB 128ഉം ആണ് വരുന്നത്. റിയൽമി പറയുന്നതെന്ന് പറഞ്ഞാൽ അണ്ടർ 15K ആയിരിക്കും ഈ ഫോൺ വരാൻ പോകുന്നതാണ്. സോ ആ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ മെയിൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവോ T3X ആണ്. വിവോ T3X ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ആമോലെഡ് ഡിസ്പ്ലേ അല്ല, IPS ഡിസ്പ്ലേ ആണ് അത് വരുന്നത്. പിന്നെ 8 MP സെൽഫി ക്യാമറ ആണ് അത് വരുന്നത്. ഇവിടെ നമുക്ക് 16 കിട്ടുന്നുണ്ട്. പിന്നെ അവിടെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 6 Gen 1, ഇവിടെ 7050 ആണ്. CPU വെച്ച് നോക്കുമ്പോൾ 6 Gen 1 ആണ് ഇച്ചിരി ഫാസ്റ്റർ. സിംഗിൾ കോർ അല്ല, മൾട്ടി കോർ. പിന്നെ GPU നമുക്കിവിടെ ഡയമൻസിറ്റി 7050 ആണ് ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗെയിമിങ്ങിന് ബെറ്റർ ഫോൺ നമുക്ക് ഡയമൻസിറ്റി അല്ലെങ്കിൽ 7050 ഉള്ള ഫോണായിരിക്കും. അല്ലെങ്കിൽ റിയൽമി P1 അല്ലെങ്കിൽ നാർസോ 70 ആയിരിക്കും ബെറ്റർ എടുക്കുന്നത് ഗെയിമിങ്ങിന് വേണ്ടി. സോ ഇതൊരു ഓവറോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ എനിക്ക് തോന്നിയിരിക്കുന്നത്. നല്ല അടിപൊളി ഡിസ്പ്ലേ ഉണ്ട്, നല്ല എന്താ പറയുക ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഉണ്ട് ഫോണാണ്. ക്യാമറയുണ്ട്, അത്യാവശ്യം പെർഫോമൻസ് ഉണ്ട്, എല്ലാം ഉണ്ട് ഫോണിന്. പിന്നെ നിങ്ങൾക്ക് ഇത്ര വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി P1 പോയി എടുക്കാം. കാരണം വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടും തമ്മിൽ. അല്ലെങ്കിൽ ഇച്ചിരി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നാർസോ 70 എടുക്കാം. കാരണം ഇച്ചിരി ഗെയിമിംഗ് ഒപ്റ്റിമൈസേഷൻ ഇച്ചിരി ബെറ്റർ ആയിരിക്കും, കാരണം നാർസോ സീരീസ് ആയതുകൊണ്ട് തന്നെ. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ വീഡിയോ നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.